ഗുഡ് മോർണിംഗ് എവരി വൺ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ പേര് അപൂർവദാസ് എന്നാണ്. നമ്മളപ്പോൾ ഇന്ന് മോഡ്യൂൾ 8 പഠിച്ചു തുടങ്ങുകയാണ് അല്ലേ. എന്താണ് മോഡ്യൂൾ 8? മോഡ്യൂൾ 8 ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മുടെ പേപ്പർ 2 എന്ന് പറയുന്ന പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളൊരു ഭാഗമാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തെല്ലാമാണ് നമുക്ക് പഠിക്കേണ്ടത്, അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് എന്തെല്ലാമാണ് പഠിക്കാനുള്ളത്, അതായത് സിലബസ് എന്തെല്ലാമാണ് എന്ന് നമ്മൾ വളരെ വ്യക്തമായി നിങ്ങൾക്ക് ആദ്യം ഒന്ന് പറഞ്ഞു തരും. അതിനുശേഷം നമ്മൾ സിലബസിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് കടക്കുകയും ചെയ്യും. ഓക്കെ ആണല്ലോ. സോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കാം. ആദ്യഘട്ടത്തിൽ സിലബസ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. മോഡ്യൂൾ 8 നിന്ന് 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഈ 10 മാർക്ക് എങ്ങനെയെല്ലാമാണ് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം എന്ന് പറയുന്നത്, ഒന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡിസാസ്റ്റേഴ്സിനെ നമ്മൾ നാച്ചുറൽ എന്നും അതുപോലെ തന്നെ ആന്ത്രോപോജനിക് എന്നും നമ്മൾ തിരിച്ചിട്ടുണ്ട്. ആന്ത്രോപോജനിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ മെയ്ഡ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചുരുക്കി എഴുതാം. മാൻ മെയ്ഡ് എന്ന് നമുക്ക് ചുരുക്കി എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? അതായത് നാച്ചുറലായിട്ട് പ്രകൃതിയാൽ ഉണ്ടാകുന്നതായിട്ടുള്ള ദുരന്തങ്ങൾ അല്ലേ, അത്തരം കാര്യങ്ങളും മനുഷ്യനിർമ്മിതമായിട്ടുണ്ടാകുന്നതായിട്ടുള്ള ദുരന്തങ്ങളുമുണ്ട്. അത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏതൊക്കെയാണ് ഉദാഹരണങ്ങൾ അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നാച്ചുറൽ ആയിട്ടുണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും അല്ലേ. വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്, വരൾച്ച ഉണ്ടാകാറുണ്ട്, കൊടുങ്കാറ്റ് ഉണ്ടാകാറുണ്ട്, കാട്ടുതീ ഉണ്ടാകാറുണ്ട് അല്ലേ, ഭൂകമ്പം ഉണ്ടാകാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നാച്ചുറൽ ആയിട്ടാണ്. ആന്ത്രോപോജനിക് ആയിട്ടോ ഇപ്പോൾ ന്യൂക്ലിയർ ഡിസാസ്റ്ററുകൾ ഉണ്ടാകാം, കെമിക്കലായിട്ടുള്ള വാതക ചോർച്ചകൾ ഉണ്ടാകാം, ഓയിൽ സ്പില്ലുകൾ അല്ലെ, കടലിൽ ഓയിൽ സ്പില്ലുകൾ ഉണ്ടാവുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇതെല്ലാം ആന്ത്രോപോജനറ്റിക് അഥവാ മാൻമെയ്ഡ് ആയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ദുരന്തങ്ങളാണ്, ഡിസാസ്റ്ററുകളാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി രണ്ടാമത്തെ ഒരു നമ്മളിതിനെ ഇങ്ങനെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഓർത്ത് വെക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് പഠിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടാൻ, ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് എങ്ങനെ പഠിക്കണം എന്നുകൂടി മനസ്സിലാക്കാനാണ് ഞാൻ ഈ 1, 2 നമ്പർ ഇടുന്നത്. അല്ലാണ്ട് ഇതിന് കൃത്യമായ നമ്പറിങ്ങോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ അങ്ങനെ ഇന്ന സ്ഥലത്ത് നിന്ന് മാത്രം ചോദ്യം വരുന്നൊന്നുമില്ല. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും മിക്സ് ചെയ്തുകൊണ്ട് ചോദ്യം വരാം. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ ഈസി ആകാൻ വേണ്ടി എന്ത് ചെയ്യുകയാണ്, ഞാൻ ചില നമ്പറുകൾ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, അടുത്ത ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്? നോക്കൂ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒരു ചെറിയ ഒരു തലത്തിലല്ല ഉള്ളത്. ഒരു ദുരന്തം ഉണ്ടാകും. ഇപ്പോൾ നമുക്കറിയാം അല്ലേ, ചൂരൽമലയിൽ വലിയൊരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിനെ പല ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അതിനെ വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നത്. ഒരു ദുരന്തം ഉണ്ടാകാം, പല ഘട്ടങ്ങളുണ്ട്. നോക്കൂ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ എന്ന് വെച്ചിട്ട് നമുക്കതിനെ പഠിക്കാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ, അതിൽ മിറ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം വരും അല്ലേ. മിറ്റിഗേഷൻ ഗോൾസ്, പ്രിപ്പയർഡ്നെസ്. എന്താണ് പ്രിപ്പയർഡ്നെസ് എന്ന് വെച്ചാൽ, പ്രിപ്പയർഡ്നെസ്സിൽ എന്തൊക്കെ വരും? പ്രിപ്പയർഡ്നെസ്സിൽ പ്ലാൻ ചെയ്യണം, നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം അല്ലേ. ഇപ്പോൾ മഴക്കാലം വരും. നമുക്കിപ്പോൾ കഴിഞ്ഞ ഒരു 2018 പ്രളയം മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് സ്ഥിരമായി സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തിൽ കൂടുതൽ ഈ ഉരുൾപൊട്ടൽ, ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഉണ്ടാകാൻ അതിൻ്റെ സർഫേസ് ലെയറിലെ മണ്ണ് എന്ത് ചെയ്യുന്നുണ്ട്, സാച്ചുറേറ്റഡ് ആകുന്ന വലിയൊരു കാരണമാണ്. ഇത് നടക്കുന്നത് എപ്പോഴാണ്? ക്രമാതീതമായി ഒരുപാട് മഴ തുടർച്ചയായി 2-3 ദിവസം പെയ്തുകൊണ്ടിരുന്നാൽ ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് ഭയക്കണം. ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അടിയിലെ മണ്ണ് എന്താണ്, സാച്ചുറേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള ഇടങ്ങൾ നമ്മൾ ഓൾറെഡി മാപ്പ് ചെയ്ത് അവിടെ നിന്ന് ആളുകൾ എന്ത് ചെയ്യുക, അതിന് താഴെയുള്ള ജനങ്ങളെ വേഗം ഒഴിപ്പിക്കുക. ഇത് ഇത്തരം ദുരന്തങ്ങളിൽ ആൾനാശം ഉണ്ടാകുന്നത് കുറയ്ക്കാൻ എന്ത് ചെയ്യും, സഹായിക്കും. സോ പ്രിപ്പയർഡ്നെസ് ഭയങ്കര എന്താണ്, പ്രാധാന്യം അർഹിക്കുന്നതാണ്. മിറ്റിഗേഷൻ പ്രോസസ്സുകൾ വളരെയധികം എന്താണ്, പ്രാധാന്യം അർഹിക്കുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇതിൻ്റെയൊക്കെ സബ് പ്ലാനുകളുണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കും. ഇനി അതുപോലെ തന്നെ മിറ്റിഗേഷനെയും പ്രിപ്പയർഡ്നെസ്സും എല്ലാം പറയുന്ന പോലെ തന്നെ എന്താണ്, റെസ്പോൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അതായത് ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ട്, ഞാൻ എല്ലാം നിങ്ങൾക്ക് റീസെൻ്റ്ലി നടന്നൊരു കാര്യമായതുകൊണ്ട് ഞാൻ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളോട് പറയുന്നു എന്നേ ഉള്ളൂ. ഉരുൾപൊട്ടൽ നടന്ന സമയത്ത് നമുക്കറിയാം എന്താണ്, ഉടനെ തന്നെ എമർജൻസി ഓപ്പറേഷൻ സെൻറ്റേഴ്സ് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും. ഇത് പല തലങ്ങളിൽ വേണ്ടി വരും അല്ലേ. വാർഡ് തലത്തിൽ എന്താ ചിലതൊക്കെ വേണ്ടി വരും. പക്ഷേ ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം, നമുക്ക് നാഷണൽ തലത്തിൽ, സ്റ്റേറ്റ് തലത്തിൽ അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് തലത്തിൽ എന്തുണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റികൾ ഉണ്ട് നമുക്ക്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടതുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു റെസ്പോൺസ് എന്നുള്ള തലത്തിൽ ഇങ്ങനെ ഇവരെ എല്ലാവരും കൂടി ഏകോപിപ്പിച്ച്, അത് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി അനുസരിച്ചിരിക്കും ആരിടപെടും എന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എമർജൻസി ഓപ്പറേഷൻ സെൻറ്റേഴ്സ് തുറക്കും അല്ലേ. അതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടലാണെങ്കിൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ് നടക്കണം അല്ലേ, തിരഞ്ഞ ആളുകളെ കണ്ടുപിടിക്കണം അല്ലേ. ഇനി അതുപോലെ തന്നെ ഇൻസിഡൻറ്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറയും. ആരാണ് അവിടുത്തെ എന്ത് ചെയ്യുന്നത്, കമാൻഡ്, അതായത് ഒരാൾ
അവിടെ ഒരുപാട് പേര് വന്ന് കൂടി നിന്നിട്ട് കാര്യമില്ല അല്ലെ. കൃത്യമായിട്ട് എന്ത് വേണം, ഒരു കമാൻഡ് സിസ്റ്റം വേണം അല്ലെ. മുകളിൽ അതിനെ ആര് നിയന്ത്രിക്കുന്നു, ആരാണ് ഒരു ഡിസിഷൻ എടുക്കേണ്ടത്, അവിടെ ആരാണ്, ആർക്ക് റിപ്പോർട്ട് ചെയ്യണം, ഒരു സിസ്റ്റം അവിടെ ഉണ്ടാക്കേണ്ടതുണ്ട്. ഒപ്പം ഇനീഷ്യൽ മെഡിക്കൽ കെയറും ആഫ്റ്റർ വേർഡ്സിലെ മെഡിക്കൽ കെയറും കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അതുപോലെ ഷെൽട്ടർ മാനേജ്മെന്റ് ഉടനെ തന്നെ ഇപ്പോൾ പ്രളയം ഉണ്ടായി അല്ലെ, വേഗം എന്ത് ചെയ്യേണ്ടതുണ്ട്, ഷെൽട്ടറുകൾ തുറക്കേണ്ടതുണ്ട് അല്ലെ, ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട് അല്ലെ, ഇത് ചെയ്യണം. ഇനി അതിനുശേഷം എന്തുണ്ട്, റിക്കവറി ഭാഗം പിന്നെയാണ് വരുന്നത്. ഏതാണ് വരുന്നത്, റിക്കവറി ഭാഗം വരുന്നുണ്ട് അല്ലെ. അപ്പോൾ ഈ റിക്കവറി എന്ന് പറയുന്ന ഭാഗം വരുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ ഡിസാസ്റ്റർ കണ്ടു, രണ്ടാമത്തെ ഭാഗം ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നീട് മൂന്നാമത്തെ മുതൽ എന്താണ്, മിറ്റിഗേഷൻ പ്രോസസ്സുകൾ നമ്മൾ പഠിക്കണം അല്ലെ. പ്രിപ്പയർഡ്നെസ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ 4 ആക്കാം അല്ലെ, റെസ്പോൺസ് എന്ന് നമുക്ക് വേണമെങ്കിൽ 5 ആക്കാം. അതിനുശേഷം നമുക്ക് ഏത് വരുന്നുണ്ട്, റെസ്പോൺസും വന്നതിന് ശേഷം പിന്നെ റിക്കവറി എന്ന് പറയുന്നത് ഏതിലേക്ക് വരും, നമുക്ക് 6ാമത്തെ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എടുക്കാം. ഓക്കെ, ഞാൻ അഗെയിൻ പറയുന്നു, ഇതെല്ലാം നമ്മളൊരു സൈക്കിളിൽ നമ്മൾ എന്ത് ചെയ്യും, വളരെ കൃത്യമായിട്ട് പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ, നിങ്ങൾ ഏതെല്ലാം ഇടങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് പഠിക്കണമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ മാത്രം നമ്പർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ 6ാമത്തെ റിക്കവറി. ഈ റിക്കവറിയിൽ എന്താണ്, ദുരന്തം കഴിഞ്ഞു അല്ലെ, ഇപ്പോൾ 1 വർഷമായി ചൂരൽമല ദുരന്തം നടന്നിട്ട് ആ ഡാമേജ് അസസ് ചെയ്യണം അല്ലെ. അതിനുശേഷം എന്ത് ചെയ്യണം, റീകൺസ്ട്രക്ഷൻ വർക്കുകൾ നടത്തണം, മാറിപ്പോയ ആളുകളെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം, പുനരധിവസിപ്പിക്കണം അല്ലെ. അപ്പോൾ ഇതെല്ലാം എന്തിൽ പെടും, റിക്കവറി എന്ന് പറയുന്ന ഭാഗത്ത് ഇതെല്ലാം പെടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഡിസാസ്റ്ററും അതിനുശേഷം നമ്മൾ അതിനെക്കുറിച്ച് പ്രിപ്പയർ ചെയ്യേണ്ടതും അതിൻ്റെ മിറ്റിഗേഷൻ പ്രോസസ്സും അതിൻ്റെ റെസ്പോൺസും പിന്നീട് റിക്കവറി പ്രോസസ്സുകളും ഒക്കെ നമ്മളിവിടെ എന്ത് ചെയ്തു, കണ്ടു അല്ലെ. ഇനി അടുത്തത് 7ാമത്തെ ഒരു ഭാഗം പോയിന്റ് വരുന്നത് നാഷണൽ പോളിസി ഓൺ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ അത് നമുക്ക് പഠിക്കാനുണ്ട്. ദർ ഇസ് എ നാഷണൽ പോളിസി ഓൺ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. എന്താണ് രാജ്യത്തിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി, എന്താണ് ഇത്, നാഷണൽ ലെവലിൽ മാത്രമാണോ, അല്ല, ഇന്റർനാഷണൽ തലത്തിൽ ഇന്റർനാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിസ്റ്റം. ഈ രീതിയിൽ ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിന്റെ ഡിസാസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക, ബോഡി ഉണ്ട്. ഇത്തരത്തിൽ ഇന്റർനാഷണൽ ബോഡികൾ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. ഈ ഇന്റർനാഷണൽ തലത്തിലുള്ള മാനേജ്മെന്റ് സിസ്റ്റങ്ങളും നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ഇന്റർനാഷണൽ തലത്തിലുള്ള റെസ്പോൺസും ലോസും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി അതിനുശേഷം നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് 9ാമത്തെ എടുക്കുകയാണെങ്കിൽ അത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ആണ്. ഏതാണ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ആണ്. അതായത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 എന്നാണ് നമുക്ക് അറിയപ്പെടുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 എന്ന് പറയുന്നത് നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ മൊത്തത്തിൽ എത്രയാണ്, 11 ചാപ്റ്ററുകളൊക്കെയുള്ള ഒരു ആക്ട് ആണത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് പ്രകാരം നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്, നമുക്ക് പല തലങ്ങളിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെ, ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ട്. മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? സെൻട്രൽ ഗവൺമെന്റ് എന്താ പറയുക എടുക്കുന്ന മെഷറുകളുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൻട്രൽ, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് എന്നീ തലങ്ങളിലുള്ള ഡിവിഷനുകളുണ്ട്. ഇതെല്ലാം പല തലങ്ങളിലായിട്ട് വരുന്ന രീതിയിലുള്ള, അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന കാര്യമാണ് എന്ത്, ഇപ്പോൾ പറഞ്ഞ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്നീ പേരുകളിൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട്, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട്. ഇത് യഥാക്രമം നമ്മളുടെ ഈ ആക്ടിലെ ചാപ്റ്റർ 2, 3, 4 എന്നിവ എന്താണ്, ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എന്താണ് ഇവയുടെ ഫംഗ്ഷൻ എങ്ങനെയാണ്, ഇവിടെ സ്ട്രക്ചർ എങ്ങനെ, ഇത് ഓരോ കമ്മിറ്റിയും ഓരോ എന്താ പറയുക അതോറിറ്റിയുടെയും ഹെഡ് ആരാണ്, ചെയർ ചെയ്യുന്നത് ആരാണ്. മനസ്സിലാവുന്നുണ്ട്? ഇപ്പോൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്റർ ആണ്. സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് അത് ആരായിരിക്കും, അത് മുഖ്യമന്ത്രി ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ വരുന്ന സമയത്ത് കളക്ടർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അധികാരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്നും അതിൻ്റെ സ്ട്രക്ചർ, ആരെല്ലാം അതിൽ അംഗങ്ങൾ, ഇതൊക്കെ നമുക്കവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി ഇവിടെ നിന്ന് എങ്ങനെയെല്ലാമുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം, എങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം നോക്കൂ. ഒന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ ബോഡികളുടെ എല്ലാം സ്ട്രക്ചർ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ ബോഡിയുടെയും ചെയർ ചെയ്യുന്ന ആളൊന്നായിരിക്കും അല്ലെ. ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബോഡീസ്. അത് ഡിസ്ട്രിക്ട് തലം മുതൽ ഇന്റർനാഷണൽ തലം വരെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിൻ്റെ ബോഡീസും അതിൻ്റെ സ്ട്രക്ചറുകളും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. ഇനി തിയറിറ്റിക്കലായിട്ട് തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ധാരാളം വരും. ഇതെങ്ങനെയാണ്, ഡെഫിനിഷൻസ്, ചില ഡെഫിനിഷൻസ് വരാം. ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ എന്താണ് അല്ലെ, മാൻ മെയ്ഡിനുള്ള ഉദാഹരണം, അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ളതിൻ്റെ ഉദാഹരണം. ഇനി അതിൽ തന്നെ ഇപ്പോൾ സൈക്ലോണുകൾ, എർത്ത് ക്വേക്കുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഈ സൈക്ലോണുകളെ പലതായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും
അതുപോലെ തന്നെ റീസെന്റ് ആയിട്ടുള്ള സൈക്ലോണുകളുടെ പേരുകൾ നമ്മൾ ഓർത്ത് വെക്കണം. അതിപ്പോൾ ഇന്ത്യയിലുള്ള സൈക്ലോൺ ആണെങ്കിൽ അത് ബേ ഓഫ് ബംഗാളിലാണോ വീശിയത്, അറേബ്യൻ സീയിലാണോ വീശിയത്, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത്തരം കാര്യങ്ങൾ പഠിക്കണം. ഇനി ഈ സൈക്ലോണുകളെ നെയിം ചെയ്യാറുണ്ട്, പേരിടാറുണ്ട് അല്ലെ. ഓരോ സൈക്ലോണിനെയും ഏത് രാജ്യം അതിന് പേരിട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സൈക്ലോണുകൾ, എർത്ത് ക്വേക്കുകൾ, സുനാമികൾ ഇവയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഒരുപാട് ഡേറ്റ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, വൃത്തിയായിട്ട് പഠിച്ച് പോകുന്നതായിരിക്കും. കൃത്യമാണല്ലോ? സോ നമുക്ക് പോകെ ഓരോ ഭാഗങ്ങളായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ എങ്ങോട്ട് കിടക്കുകയാണ്? നമ്മൾ ആദ്യ പഠന ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. ഫസ്റ്റ് പേരെന്തായിരിക്കും? ഡിസാസ്റ്റർ. എന്താണ് ഡിസാസ്റ്റർ, അല്ലെങ്കിൽ എന്താണ് ഡിസാസ്റ്ററിൻ്റെ ഡെഫിനിഷൻ? നോക്കൂ, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ, എന്താണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് വെച്ചിട്ട് നമ്മളൊരു ലോ പാസ്സാക്കിയിരുന്നു അല്ലെ, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. എന്താണ് അതിൻ്റെ ആ ലോയുടെ പേരെന്തായിരുന്നു? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഓഫ് 2005. ഇതായിരുന്നു നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പാസ്സാക്കി. 11 ചാപ്റ്റർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ. ഇതില് ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് എന്താണ്, ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കുമോ നിങ്ങൾക്ക്? ചാപ്റ്റർ 1 പ്രിലിമിനറി ആയിട്ടുള്ള ഷോർട്ട് ടൈറ്റിൽസ്, ഡെഫിനിഷൻസ്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിൽ, പ്രിലിമിനറി ചാപ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ ഡിസാസ്റ്ററിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് പല വാക്കുകളെ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ എഫക്റ്റഡ് ഏരിയ നമ്മൾ പേപ്പറിൽ വായിക്കാറുള്ളതല്ലേ. എന്താണ് എഫക്റ്റഡ് ഏരിയ എന്ന് ചോദിച്ചാൽ ഈ എഫക്റ്റഡ് ഏരിയ എന്നുള്ളതിനെ അവരവിടെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് എവിടെ, ഏത് ഭാഗമാണ് എഫക്റ്റ് ചെയ്തത് അതാണ്. മനസ്സിലുണ്ടോ? കപ്പാസിറ്റി ബിൽഡിംഗ്, സെൻട്രൽ ഗവൺമെന്റ് എന്ന് വെച്ചാൽ ആരാണ്, മനസ്സിലാവുണ്ടോ? ഇങ്ങനെ പറയുന്നതിൽ ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ എന്താണ് എന്ന് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇവരിവിടെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അത് അതുപോലെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ കൊണ്ട് തന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം എക്സാമുകളിൽ ഗവൺമെന്റിന്റെ ഡെഫിനിഷൻ അതുപോലെ എടുത്ത് പലപ്പോഴും ചോദിക്കാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഡിസാസ്റ്റർ ഒക്കെ എന്തൊക്കെയാണ് നോക്കൂ. ഡിസാസ്റ്റർ മീൻസ് എ കറ്റാസ്ട്രോഫ്, മിസ്ഹാപ്പ്, കലാമിറ്റി ഓർ ഗ്രേവ് ഒക്കറൻസ് ഇൻ എനി ഏരിയ. അതായത് ഈ ആദ്യ ഭാഗം എന്താ? ഇതൊക്കെ ദുരന്തങ്ങളുടെ ഓരോരോ പേരുകളാണ്. അപകടം എന്ന് നിങ്ങൾ വായിച്ചാൽ മതി. കറ്റാസ്ട്രോഫ്, മിസ്ഹാപ്പ്, കലാമിറ്റി, ഗ്രേവ് ഒക്കറൻസ്, ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്താണ്? ഒരു വലിയ അപകടം. മനസ്സിലാവുണ്ടോ? ഇൻ എനി ഏരിയ, ഏത് സ്ഥലത്ത് വേണമെങ്കിൽ ആവാം. അറൈസിങ് ഫ്രം, ഇനി അടുത്ത എന്താ? കാരണം അല്ലെ. അറൈസിങ് ഫ്രം, എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു? എന്തുകൊണ്ടുണ്ടാകുന്നു? ഇറ്റ് ക്യാൻ ബി നാച്ചുറൽ ഓർ മാൻ മെയ്ഡ്. മനസ്സിലാവുന്നുണ്ടോ? എന്താണ്? പ്രളയവും അതുപോലെ തന്നെ എന്താ പറയുന്നത്, വരൾച്ചയും കാട്ടുതീയും മാത്രമല്ല, മനുഷ്യനായിട്ട് എന്തെങ്കിലും ഇതുപോലത്തെ വലിയ കറ്റാസ്ട്രോഫ്, മിസ്ഹാപ്പ്, കലാമിറ്റി ഉണ്ടാക്കിയാൽ അതും ഡിസാസ്റ്റർ തന്നെയാണ്. അപ്പൊ നാച്ചുറൽ ഓർ മാൻ മെയ്ഡ് കോസസും നാച്ചുറൽ ആകാം, മാൻ മെയ്ഡ് ആകാം. ഓർ ബൈ ആക്സിഡന്റ് ഓർ നെഗ്ലിജൻസ്. അപ്പോൾ മനുഷ്യനായിട്ട് ഉണ്ടാക്കണമെന്നില്ല, ആക്സിഡന്റലി സംഭവിക്കാം, നെഗ്ലിജൻസ് കാരണം എന്ത് ചെയ്യാം? ഉണ്ടാകാം. വിച്ച് റിസൾട്ട്സ് ഇൻ, അത് എന്തിന് കാരണമാകുന്നു? ഇൻ സബ്സ്റ്റാൻഷ്യൽ ലോസ് ഓഫ് ലൈഫ് ഓർ ഹ്യൂമൻ സഫറിങ് ഓർ ഡാമേജ് ടു ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് പ്രോപ്പർട്ടി ഓർ ഡാമേജ് ടു ഓർ ഡിഗ്രഡേഷൻ ഓഫ് environment and is of such a nature or magnitude as to be beyond the coping capacity of the community of the affected area. ചുരുക്കി പറയുകയാണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? മനുഷ്യനാൽ, പ്രകൃതിയാൽ, ആക്സിഡന്റ് കാരണം, ശ്രദ്ധയില്ലായ്മ, നെഗ്ലിജൻസ് കാരണമൊക്കെ ഉണ്ടാകുന്ന അതിൽ സബ്സ്റ്റാൻഷ്യൽ ലോസ് ഓഫ് ലൈഫ്, ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണെങ്കിൽ, അല്ലെങ്കിൽ ജീവൻ കുറെ നഷ്ടപ്പെട്ടില്ല, പക്ഷേ ഹ്യൂമൻ സഫറിങ്, മനുഷ്യന്റെ ദുരിതം അതിഭീകരമാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തായിരിക്കും? വലിയ ഡാമേജ്, എന്താണ്? ഡിസ്ട്രക്ഷൻ ഓഫ് പ്രോപ്പർട്ടി, ഒരുപാട് പ്രോപ്പർട്ടി നശിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ അത് അതികഠിനമായി ബാധിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിയിൽ. ആൻഡ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഇതിന്റെ നേച്ചർ, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിയോണ്ട്. എന്താണ് ബിയോണ്ട് എന്ന് വെച്ചാൽ? അതീതമാണ്. എന്തിന്റെ അതീതമാണ്? കോപ്പിംഗ് കപ്പാസിറ്റി ഓഫ് ദ കമ്മ്യൂണിറ്റി ഓഫ് ദ അഫക്റ്റഡ് ഏരിയ. ഇത് സംഭവിച്ച സ്ഥലത്തെ കമ്മ്യൂണിറ്റിക്ക് അവരുടെ കോപ്പിംഗ് കപ്പാസിറ്റി, അവർക്ക് സഹിക്കാവുന്നതിലും ഒരുപാട് അപ്പുറത്തുള്ള ഒരു ഏരിയ, അഫക്റ്റഡ് ഏരിയയിലുള്ള കമ്മ്യൂണിറ്റിക്ക് അവരുടെ കോപ്പിംഗ് കപ്പാസിറ്റി, അവർക്ക് സഹിക്കാൻ പറ്റുന്നതിലും ഒരുപാട് അപ്പുറത്തുള്ള തരത്തിലുള്ള മാഗ്നിറ്റ്യൂഡിൽ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നതിനെയാണ് നമ്മൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം
എന്തെന്ന് പറയുന്നത്? ഡിസാസ്റ്റർ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ഈ രീതിയിലുള്ള ഒരു എഫക്റ്റ് എന്ത് ചെയ്യണം? അത് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കണം. അപ്പോഴാണ് അതിനെ ഡിസാസ്റ്റർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഡിസാസ്റ്റർ മനസ്സിലായല്ലോ. ഇനി ഇവിടെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ത് എന്നും പറയുന്നുണ്ട്. ഇത് നമ്മളൊന്ന് ഇപ്പം തന്നെ കണ്ടിട്ട് പോവാം. അപ്പോൾ പിന്നെ അടുത്ത റൗണ്ടിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ എനിക്കിതൊന്ന് ജസ്റ്റ് പറഞ്ഞു പോയാൽ മതിയല്ലോ. നോക്കൂ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താ? ഡിസാസ്റ്റർ മാനേജ്മെന്റ് മീൻസ് കണ്ടിന്യൂസ്. നോക്കൂ, അർത്ഥങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം LSGIയുടെ കഴിഞ്ഞ മെയിൻസ് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഡേറ്റും തീയതിയും ചോദിക്കുന്നതിൻ്റെയോടൊപ്പം തന്നെ അവർ എന്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു? നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയുമോ? അതായത് ആക്ച്വലി വായിച്ചു നോക്കിയാൽ വളരെ ഈസി ആയിട്ടുള്ള കൺസെപ്റ്റുകൾ അവർ നോക്കിണ്ടായിരുന്നത്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡികളെ കുറിച്ചാണ് ചോദ്യം, അല്ലേ? അതിൻ്റെ ഉള്ളിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡി എന്തിനാണ് ശരിക്കും ആക്ച്വലി വർക്ക് ചെയ്യുന്നത് എന്ന വളരെ ബേസിക് ആയിട്ട് നമ്മളിങ്ങനെ പറഞ്ഞ കഥകൾ ഞാൻ എൻ്റെ എക്സാം കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. LSGI എക്സാമിൻ്റെ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഒപ്പം പറഞ്ഞ കുറേ കഥകളുണ്ട്. ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് വെറുതെ തമാശ രീതിയിൽ പറഞ്ഞ കഥകളിൽ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്, അല്ലേ? കാരണം നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയോ, ഉദാഹരണം തന്നാൽ അറിയോ, ഇങ്ങനെ ചെക്ക് ചെയ്ത കുറേ ചോദ്യങ്ങളൊക്കെ നമുക്ക് LSGIയിൽ കാണാമായിരുന്നു. അപ്പോൾ അതുപോലെ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം? അത് ഒരൊറ്റ സമയമുള്ള പരിപാടിയാണോ? അല്ല, അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതൊരു ഇൻ്റഗ്രേറ്റഡ് പ്രോസസ്സാണ്. മനസ്സിലാണ്ടോ? അതായത് ഇപ്പോൾ ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് പറയുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം. ആഭ്യന്തരം പറയുകയാണ് ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം. റവന്യൂ പറയുകയാണ് എന്നാൽ പിന്നെ നിങ്ങൾ നോക്കിക്കോ, ഞങ്ങൾ ഞങ്ങളുടെ നോക്കിക്കോളാം, അല്ലേ? റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഒന്ന് പറയുന്നു, ആഭ്യന്തര വകുപ്പ് മറ്റൊന്ന് പറയുന്നു, അല്ലെ? ജലസേചന വകുപ്പ് വേറൊന്ന് പറയുന്നു, അല്ലെ? ഉപരിതല ഗതാഗതം വേറൊന്ന് പറയുന്നു. ഇങ്ങനെ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യണം? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ആണ്. സോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മീൻസ് എ കണ്ടിന്യൂസ്, തുടർച്ചയായ, ഇൻ്റഗ്രേറ്റഡ്, അല്ലെ? ശൃംഖല കൊണ്ട് എന്താണ് അത് കൃത്യമായി ബന്ധിപ്പിക്കപ്പെട്ട, ഏകോപിപ്പിക്കപ്പെട്ട പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് മെഷേഴ്സ് വിച്ച് ആർ നെസസറി ഓർ ഫോർ. അപ്പോൾ പ്ലാൻ ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? പ്രിവെൻഷൻ ഓഫ് ഡേഞ്ചർ ഓർ ത്രെട്ട് ഓഫ് എനി ഡിസാസ്റ്റർ. നോക്കൂ, നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യം, ഇപ്പം ഇന്ത്യയിൽ പാകിസ്ഥാൻ എന്ത് ചെയ്യാറുണ്ട്? അതിർത്തി കടക്കാറുണ്ട്, അല്ലേ? അപ്പം അതിർത്തി കടന്ന് വരാറുണ്ട്, അല്ലെ? അതിർത്തി കടന്ന് വന്നിട്ട് ഇവിടെ ആക്രമണം നടക്കുമ്പോൾ നമ്മൾ അറിയും. പക്ഷേ ഓരോ ദിവസവും ഇവരെന്ത് ചെയ്യും? നമ്മുടെ സൈന്യം തടയുന്ന എത്രയോ ആക്രമണങ്ങളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എത്രയോ ആക്രമണങ്ങളുണ്ട്. അതൊന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അറിയുന്നില്ല. നമ്മൾ അറിയുന്നത് എത്രയാണ്? അതായത് പണ്ട് ഏതോ ഒരു സിനിമയിലോ അതോ ഒരു എഡിറ്റോറിയലിലോ വായിച്ച പോലെ ഇവിടുന്ന് വരുന്ന ആളുകൾക്ക് ഒരു നിമിഷം മതി, അല്ലെ? അറിയാണ്ട് ഇപ്പുറത്തുള്ള ആൾക്കാർ എന്തോ പെട്ടെന്ന് എന്താണ് മറ്റൊരു സ്ഥലത്തേക്ക് റോന്തു ചുറ്റാൻ പോകുന്ന ഒരു സമയം മതി ഇവർക്ക് ഇങ്ങോട്ട് കടക്കാൻ വേണ്ടിയിട്ട്. ഇത് വർഷം മുഴുവൻ ഇരുന്നിരുന്ന് 3, 4, 5 വർഷങ്ങളുടെ ഇടയിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഇഷ്യൂ ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? അടിസ്ഥാനപരമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്, അല്ലെ? ഇങ്ങനെ ഒരു അപകടം നടക്കരുത് എന്ന് വെച്ചിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ 2018 പ്രളയത്തിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെ? നമ്മൾ പ്രിപ്പയർ ചെയ്തു വളരെ കൃത്യമായിട്ട്. നമ്മൾ എന്ത് ചെയ്യുകയായിരുന്നു? നമ്മൾ അതിനുശേഷം എവിടെയും വെള്ളം പൊങ്ങിയിട്ടില്ല എന്നല്ല പറയുന്നത്, പക്ഷേ സ്റ്റിൽ ഡാമുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? തുറന്നു വിടണം, അല്ലെ? വളരെ കൃത്യമായ സമയങ്ങളിൽ എന്ത് ചെയ്യണം? നമ്മൾ മഴ കൂടുന്നുണ്ടെങ്കിൽ അലർട്ടുകൾ കൊടുക്കണം. ഓറഞ്ച് അലർട്ട്, റെഡ് അലർട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൃത്യമായി പ്രഖ്യാപിക്കണം. അപ്പോൾ ഒരുപാട് പേര്, നമ്മളിൽ പല ആളുകളും എന്ത് ചെയ്യാൻ തുടങ്ങി? ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ടും ഉണ്ടെങ്കിൽ നമ്മൾ അവിടേക്കുള്ള യാത്രകൾ ഇപ്പോൾ ഒഴിവാക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്? എന്തൊക്കെ എവിടെയൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് പ്രിവെൻഷൻ മെഷറുകൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിവെൻറ്റീവ് ആയിട്ടുള്ള മെഷറുകൾ നമുക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. സോ പ്രിവെൻഷൻ ഓഫ് ഡേഞ്ചർ ഓർ ത്രെട്ട് ഓഫ് എനി ഡിസാസ്റ്റർ. ഇതെന്ത് ചെയ്യുക? ആലോചിക്കുക. ഇനി അതിനുശേഷം നോക്കൂ, മിറ്റിഗേഷൻ ഓർ റിഡക്ഷൻ ഓഫ് റിസ്ക് ഓഫ് എനി ഡിസാസ്റ്റർ ഓർ ഇറ്റ്സ് സിവിയറിറ്റി ഓർ കോൺസിക്വൻസസ്. മിറ്റിഗേഷൻ പ്രോസസ് എന്താ? ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ചില പരിപാടികൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലേ? അതിൻ്റെ ഒരു ആ സംഭവത്തിൻ്റെ ഒരു റിസ്ക് റിഡക്ഷൻ മനസ്സിലാവുന്നുണ്ട്. അത് വേണമെങ്കിൽ പടർന്ന് പന്തലിച്ച് വലിയൊരു കാര്യമാവാം, പക്ഷെ എന്ത് ചെയ്യേണ്ടതുണ്ട്? മിറ്റിഗേഷൻ പ്രോസസ്സിലൂടെ നമുക്കതിനെ പിടിച്ചത്. ഇപ്പോൾ കോവിഡ്, അല്ലെ? കോവിഡ് ഇഷ്യൂ വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഒരുപാട് മിറ്റിഗേഷൻ പ്രോസസ്സുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ആ മിറ്റിഗേഷൻ പ്രോസസ്സുകൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നടത്തിയത്? അത് നടത്തിയതിന് ഒരൊറ്റ ഉദ്ദേശമുള്ളത് എന്ത് ചെയ്യരുത്? നമ്മുടെ കൺട്രോളിനപ്പുറത്തേക്ക് പോയൊരു കാര്യമായിരുന്നു. പക്ഷേ എന്നാൽ പോലും എന്താ നമ്മൾ ചെയ്തത്? അതിൻ്റെ സിവിയറിറ്റി, സീരിയസ്നെസ് എങ്ങനെ കുറച്ച് കൊണ്ടുവരാം എന്നത് നമ്മൾ ശ്രമിക്കുകയായിരുന്നു. സോ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് മിറ്റിഗേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ മിറ്റിഗേഷൻ എന്ന വാക്ക് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. നമ്മൾ തുടർച്ചയായി ഈ കോഴ്സ് മുഴുവൻ തുടർച്ചയായി കാണാൻ പോകുന്ന ഒരു വാക്കാണ്. മിറ്റിഗേഷൻ എന്ന് വെച്ചാൽ
നെക്സ്റ്റ് എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് ഇറ്റ് ഈസ് ദ ആക്ഷൻ ഫോർ റെഡ്യൂസിങ് ദ സിവിയറിറ്റി, സീരിയസ്നെസ്, അതിൻ്റെ അത് എത്രത്തോളം സിവിയർ ആണ് എന്നുള്ളത് ഒന്ന് കുറച്ച് പിടിക്കാൻ, മനസ്സിലാവുണ്ടോ? സിവിയറിറ്റി എന്ത് ചെയ്യുകയാണ്, ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകളെയാണ് മിറ്റിഗേഷൻ എന്ന് നമ്മൾ എന്ത് പറയുന്നത്. മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? അപ്പോൾ ഇപ്പോൾ പൊല്യൂഷൻ അല്ലെ, പൊല്യൂഷൻ ഒരു വലിയ പ്രശ്നമാണ്. പൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യണം? മിറ്റിഗേഷൻ പ്രോസസ് വെച്ചാൽ പൊല്യൂഷൻ്റെ കാരണം കണ്ടുപിടിച്ച് അതിൻ്റെ സിവിയറിറ്റി കുറയ്ക്കുന്ന പ്രോസസ്സുകളെയാണ് മിറ്റിഗേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. മനസ്സിലായോ? സോ മിറ്റിഗേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ ഓഫ് റിസ്ക് ഓഫ് എനി ഡിസാസ്റ്റർ ഓർ ഇറ്റ്സ് സിവിയറിറ്റി ഓർ കോൺസിക്വൻസസ് എന്താണ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അതിനുശേഷം നോക്കൂ, കപ്പാസിറ്റി ബിൽഡിംഗ്. എന്താണ് കപ്പാസിറ്റി ബിൽഡിംഗ്? എന്താണ് കപ്പാസിറ്റി ബിൽഡിംഗ്? നമുക്കറിയാം വളരെ കൃത്യമായിട്ട് അല്ലെ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ സ്ട്രെങ്തൻ ചെയ്യണം. ഒരു ഇഷ്യൂ നടന്നു കഴിഞ്ഞാൽ അവിടേക്ക് എത്താനുള്ള പാലങ്ങൾ റെഡി ആയിരിക്കണം, വാഹനങ്ങൾ റെഡി ആയിരിക്കണം അല്ലെ. നമുക്ക് അവിടേക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കണം? ഉള്ള മാൻ പവർ റെഡി ആയിരിക്കണം. അതിൻ്റെ ഇൻഫർമേഷൻസ് എടുക്കാനും കൊടുക്കാനും പറ്റുന്ന രീതിയിൽ മഴയത്തോ മറ്റും തകരാത്ത കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് റെഡി ആയിരിക്കണം. സോ കപ്പാസിറ്റി ബിൽഡിംഗ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പ്രിപ്പയർഡ്നെസ് ടു ഡീൽ വിത്ത് ദ ഡിസാസ്റ്റർ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കപ്പാസിറ്റി ബിൽഡിങ്ങിൽ എന്തും വരുന്നുണ്ട്. പ്രിപ്പയർഡ്നെസ് ടു ഡീൽ വിത്ത് ദ ഡിസാസ്റ്റർ എന്നത് എന്താണ് വരും. അപ്പോൾ ആളുകൾ ഏത് രീതിയിൽ എന്തെങ്കിലും റിയാക്ട് ചെയ്യണം എന്നുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് റെസ്പോൺസ്, പ്രോംപ്റ്റ് റെസ്പോൺസ് ടു എനി ത്രെട്ടനിങ് ഡിസാസ്റ്റർ സിറ്റുവേഷൻ ഓർ ഡിസാസ്റ്റർ. ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, ഒരുപാട് മുകളിലുള്ള മലകളിലൊക്കെ നല്ലതായിട്ട് മഴ പെയ്യുന്നുണ്ട്, എന്ത് ചെയ്യാം? ഉരുൾപൊട്ടാം. സോ ആ സിറ്റുവേഷനെ ഡീൽ ചെയ്യണം. നമ്മൾ പോയി ആളുകളോട് സംസാരിക്കാൻ പറ്റണം. ആ ആളുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആ മലയുടെ താഴ്വാരത്ത് നിന്ന് അവരെന്ത് ചെയ്യണം? തൽക്കാലത്തേക്ക് മാറ്റാനായിട്ട് സാധിക്കണം. ഇനി ഒരു ഡിസാസ്റ്റർ നടന്നു എന്നെന്ത് ചെയ്യുക? മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ ഈ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? വളരെ കൃത്യമായിട്ട് ഇത് സംഭവിക്കുകയാണ് എന്ന് വിചാരിക്കൂ, ഉരുൾ പൊട്ടി എന്ന് വിചാരിക്കൂ. അപ്പോൾ നമ്മൾ പ്രോംപ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കേണ്ടതുണ്ട്. വളരെ പ്രോംപ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കേണ്ടതായിട്ട്. ഇതെന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അസസിങ് ദ സിവിയറിറ്റി ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫക്ട്സ് ഓഫ് എനി ഡിസാസ്റ്റർ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അസസ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഒരു ദുരന്തം നടന്നു, ആ ദുരന്തം നടന്നു കഴിഞ്ഞു എന്ന് വെച്ച് വിടാൻ പാടില്ല. നമ്മളത് പഠിക്കണം, നമ്മളിതിനെക്കുറിച്ച് അസസ് ചെയ്യണം. ഈ അസസിങ് 2 തലത്തിലുണ്ട്. അതായത് നമ്മൾ ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഉടനെ തന്നെ റിയാക്ഷൻ കൊടുക്കാനുള്ള അസസിങ് ഉണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്? അതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അസസ് ചെയ്തിട്ട് ഇനി ഇത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഒന്ന് ഏതാണ്? ഇവാക്യുവേഷൻ, റെസ്ക്യൂ ആൻഡ് റിലീഫ്. ഇമീഡിയറ്റ് ആയിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ് ഇത്. ഇമീഡിയറ്റ് റിയാക്ഷൻ ഏതാണ്? ഇതാണ്. ഇവാക്യുവേറ്റ് ചെയ്യണം, റെസ്ക്യൂ ചെയ്യണം, ഇമീഡിയറ്റ് ആയിട്ടുള്ള റിലീഫ് പ്രോസസ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം? നടത്തണം. അതിനുശേഷം റീഹാബിലിറ്റേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ. ഇത് ആഫ്റ്റർ വേർഡ്സ് വരുന്ന ഭാഗമാണ്. വീട് നഷ്ടപ്പെട്ട ആളുകൾ, സ്വന്തം ഉപജീവന മാർഗം നഷ്ടപ്പെട്ട ആളുകൾ, അങ്ങനെ പല ആളുകളും ഉണ്ടാവും അല്ലേ. അവരെയൊക്കെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് അവരെ പൊതുസമൂഹത്തിലേക്ക് തിരിച്ചെന്ത് ചെയ്യണം? നമ്മൾ എത്തിക്കണം. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാം? പല രീതിയിൽ അവർക്ക് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് താഴെ തരുന്നവയിൽ പെടാത്തത് ഏത് എന്ന് ചോദിക്കാം. എന്നിട്ട് ഇതിലെ ഒരു 3-4 തരാം. എന്നിട്ട് ഒരു ബന്ധമില്ലാത്ത നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളത് ഒന്ന് നമ്മൾ പറയില്ലേ, ഇംഗ്ലീഷ് വായിക്കുക എന്ന് നമ്മൾ പറയില്ലേ, ഇംഗ്ലീഷ് വായിക്കുക എന്നൊരു കാര്യം നിങ്ങളവിടെ ചെയ്താൽ മതി. അല്ലെങ്കിൽ മലയാളത്തിൽ തരുന്ന കാര്യങ്ങൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കുറേ ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് വരും. അതായത് ഈ ലോജിക്ക് നിങ്ങൾ ഓർത്ത് വെക്കുക. സാധാരണ ഒരു ദുരന്തം നടന്നാൽ എന്തൊക്കെ ചെയ്യും ആളുകൾ? ആ ലോജിക്ക്, സിമ്പിൾ ആയിട്ടുള്ളൊരു ലോജിക്ക് നിങ്ങളുടെ തലയിൽ എന്ത് ചെയ്യണം? ഉണ്ടാകണം. പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള ലോജിക്ക് തല. അതിന് ഘടകവിരുദ്ധമായി നിങ്ങൾ എന്തെങ്കിലും ആ സ്റ്റേറ്റ്മെന്റിൽ കണ്ടാൽ ഇതാണ് തെറ്റെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതെന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. മനസ്സിലായല്ലോ? റൈറ്റ്. ഓക്കെ. ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ അടുത്തായിട്ട് തുടർച്ചയായി വരുന്ന ന്യൂസുകളിൽ വരുന്നൊരു വാക്കാണ് നാഷണൽ കലാമിറ്റി. നാഷണൽ കലാമിറ്റി എന്ന് പറയുന്നത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നതിലെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ദർ ഈസ് നോ പ്രൊവിഷൻ ഫോർ നാഷണൽ കലാമിറ്റി എന്നുള്ളതാണ്. എന്താണ്? ദർ ഈസ് നോ പ്രൊവിഷൻ ഫോർ നാഷണൽ കലാമിറ്റി. ഇങ്ങനെ ദേശീയ ദുരന്തമായിട്ട് അതായത് ഒഫീഷ്യലി അങ്ങനെ ഒരു നാഷണൽ കലാമിറ്റി എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഇല്ല എന്നാണ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പം നമ്മൾ പറയുകയാണ്, നമുക്ക് എന്താണ് പറയുക, നാഷണൽ കലാമിറ്റി ആയിട്ട് ഇതിനെ പ്രഖ്യാപിക്കണം, ദേശീയ ദുരന്തമായിട്ട് എന്ത് ചെയ്യണം, ഇതിനെ പ്രഖ്യാപിക്കണം എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് നാഷണൽ കലാമിറ്റി എന്നൊരു ചോദ്യം വരില്ലേ? ഇത് എവിടെയെങ്കിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം വരില്ലേ? അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ദർ ഇസ് നോ പ്രൊവിഷൻ, അതായത് ഒരു ലീഗലായിട്ട് ഇതാണ് ദേശീയ ദുരന്തം എന്ന് വെച്ചിട്ട് പ്രഖ്യാപിക്കാനുള്ള എന്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല?
ഒരു സർട്ടൻ ഇപ്പം നാച്ചുറൽ കലാമിറ്റി ആയിക്കോട്ടെ, അതിന് പലപ്പോഴും നമ്മൾ ദേശീയ ദുരന്തമെന്ന് മീഡിയ എന്ത് ചെയ്യും, പ്രഖ്യാപിക്കും. മനസ്സിലാവുന്നുണ്ടോ? മീഡിയ എന്ത് ചെയ്യും, പ്രഖ്യാപിക്കും. പക്ഷേ ഒഫീഷ്യലി നിയമപരമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നില്ല? ദർ ഇസ് നോ പ്രൊവിഷൻ ഫോർ എ ഡിസാസ്റ്റർ ടു ബി ഡിക്ലെയർഡ് ആസ് എ നാഷണൽ കലാമിറ്റി. എക്സിക്യൂട്ടീവ് തലത്തിലോ ലീഗൽ തലത്തിലോ ടു ഡിക്ലെയർ എ നാച്ചുറൽ കലാമിറ്റി ആസ് നാഷണൽ കലാമിറ്റി എന്നുള്ളതിൽ ഒരു പ്രൊവിഷൻ നമുക്ക് എവിടെയും കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നതാണ് സത്യം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഈ അടുത്ത് നമ്മുടെ ചൂരൽമലയിൽ വലിയ ദുരന്തമുണ്ടായി അല്ലേ? അത് നടന്ന സമയത്തും നാഷണൽ കലാമിറ്റി ആയിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷേ അതൊന്നും എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ പ്രഖ്യാപിക്കപ്പെടുന്നില്ല. പിന്നെ കേരളത്തിൽ ഒരു വലിയ പ്രളയം ഉണ്ടായി അല്ലെ 2018. അപ്പോൾ നാഷണൽ കലാമിറ്റി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു അല്ലേ? പക്ഷെ അപ്പോൾ കുറേ ആളുകൾ പറഞ്ഞു ബീഹാറിലും ആസാമിലൊക്കെ സ്ഥിരം എല്ലാ വർഷവും ഉണ്ടാകുന്ന പ്രളയമാണിത്, നമുക്കിത് ആദ്യമായിട്ട് വരുന്ന കാരണം നമുക്ക് ഇങ്ങനെ തോന്നുന്നതാണ് എന്ന് കുറേ ആളുകൾ പറഞ്ഞു അല്ലെ? അപ്പം പല വിരുദ്ധാഭിപ്രായങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നോക്കൂ, ദ എക്സിസ്റ്റിംഗ് ഗൈഡ് ലൈൻസ് എന്താണ്? നിലവിൽ എക്സിസ്റ്റിംഗ് ഗൈഡ് ലൈൻസ് പറയുന്നത് ഓഫ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ഓർ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്, ദേ ഡു നോട്ട് കണ്ടംപ്ലേറ്റ് ഡിക്ലയറിംഗ് എ ഡിസാസ്റ്റർ ആസ് നാഷണൽ കലാമിറ്റി. അതായത് നോക്കൂ, ഈ ഫണ്ടുകളുടെ അല്ലെ, നാഷണൽ ഡിസാസ്റ്റർ ഫണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ആയിരിക്കാം, ഈ ഫണ്ടുകൾ അടിസ്ഥാനപരമായിട്ട് അവ എന്താണ്, അത് നാഷണൽ കലാമിറ്റി എന്ന് പറയുന്നത് എന്ത് എന്ന രീതിയിൽ ഒരു കണ്ടംപ്ലേഷൻ അവർ നടത്തുന്നേ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അവിടെയും നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നില്ല? അവിടുത്തെ എഴുതലുകളിൽ നമുക്ക് നാഷണൽ കലാമിറ്റി എന്ന് പറയുന്ന സാധനം കാണാൻ സാധിക്കുന്നില്ല. ഇനി നമുക്ക് ആ രീതിയിൽ അതിഗംഭീരമായ രീതിയിൽ അതിഭീകരമായ രീതിയിൽ ഒരു ദുരന്തം എന്ന തരത്തിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു 2001 ഗുജറാത്തിൽ ഉണ്ടായിട്ടുള്ള എർത്ത്ക്വേക്ക്, ഭൂകമ്പം അല്ലെ? അതുപോലെ തന്നെ എന്താ പറയുന്നത് 1999 ഉണ്ടായിട്ടുള്ള ഒരു സൂപ്പർ സൈക്ലോൺ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഒഡീഷയിൽ നടന്നൊരു സൂപ്പർ സൈക്ലോൺ അതിഭീകരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഇത് രണ്ടിനെയും കലാമിറ്റി ഓഫ് അൺപ്രസിഡന്റഡ് സിവിയറിറ്റി, മുമ്പെങ്ങുമില്ലാത്ത സിവിയറിറ്റിയുള്ള ദുരന്തങ്ങൾ എന്ന രീതിയിലാണ് 2001 ഗുജറാത്തിലെ കച്ച് ഭൂകമ്പത്തിനെയും 1999 ഒഡീഷയിലെ സൂപ്പർ സൈക്ലോണിനെയും നമ്മൾ കണക്കാക്കിയിരുന്നത്, ഗവൺമെന്റ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇവിടെ ഒരു വാക്ക് വന്നു, കലാമിറ്റി ഓഫ് അൺപ്രസിഡന്റഡ് സിവിയറിറ്റി, മുമ്പെങ്ങുമില്ലാത്ത തരത്തിലുള്ള അതികഠിനമായിട്ടുള്ള ദുരന്തം എന്ന തലത്തിൽ ഒരു വാക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത് വരികയാണ്. ഇനി എങ്ങനെയാണ് ഇതിനേക്ക് ഈ വാക്ക് വന്നത്? ഇത് വരുന്നത് 10ാമത്തെ ഫൈനാൻഷ്യൽ കമ്മീഷനിൽ നിന്നാണ്. 10th ഫൈനാൻഷ്യൽ കമ്മീഷന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം 1995-2000 10ാമത് ഫൈനാൻസ് കമ്മീഷനെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ കാലഘട്ടത്തിൽ അവർ എക്സാമിൻ ചെയ്തു എന്ത് ചെയ്യണം, അതായത് ദർ വാസ് എ പ്രപ്പോസൽ അല്ലെ, ഇത് പറഞ്ഞൊരു പ്രപ്പോസൽ, ഒരു ഡിസാസ്റ്ററിനെ എങ്ങനെയാണ് ഒരു നാഷണൽ കലാമിറ്റി ആയിട്ട് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു അല്ലെ. നാഷണൽ കലാമിറ്റി ഓഫ് റയറസ്റ്റ് സിവിയറിറ്റി, അതായത് അത്യപൂർവമായിട്ടുള്ള എന്താ പറയുക ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു ദേശീയ ദുരന്തമായിട്ട് എങ്ങനെ ഒരു ദുരന്തത്തിനെ പ്രഖ്യാപിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പറയുന്ന കാര്യം ഇഫ് ഇറ്റ് അഫക്ട്സ് ആ ദുരന്തം എത്ര പേരെ എഫക്ട് ചെയ്യണം? 1/3 ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് എ സ്റ്റേറ്റ്. ഒരു സംസ്ഥാനത്തിലെ 1/3 പോപ്പുലേഷനെ അത് എഫക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ എന്തായിട്ട് പ്രഖ്യാപിക്കാം? അതിനെ നാഷണൽ കലാമിറ്റി ഓഫ് റയറസ്റ്റ് സിവിയറിറ്റി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രഖ്യാപിക്കാം എന്ന് പറഞ്ഞു. ഇനി അതേ കാര്യം, അതായത് ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 4 കോടിയുടെ അടുത്തേക്ക് നമ്മുടെ ജനസംഖ്യ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോൾ ഒരു 1.3 crore പീപ്പിളിനെ ബാധിക്കുന്ന ഒരു ദുരന്തമാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഒരു ദേശീയ ദുരന്തമായിട്ട് കേരളത്തിൽ പ്രഖ്യാപിക്കാമെന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്ത കാര്യം എന്താണ്? കലാമിറ്റി ഓഫ് റയറസ്റ്റ് സിവിയറിറ്റി എന്ന് വെച്ചാൽ എന്താണ് ഈ കലാമിറ്റി ഓഫ് റയറസ്റ്റ് സിവിയറിറ്റി? ഇതാരാ തീരുമാനിക്കുക? ഇതൊരു വളരെ വേഗ് ആയിട്ടുള്ള വേർഡ് അല്ലേ. പാനൽ എന്ത് ചെയ്തില്ല? ഇറ്റ് ഡിഡ് നോട്ട് ഡിഫൈൻ കലാമിറ്റി ഓഫ് റയറസ്റ്റ് സിവിയറിറ്റി. മനസ്സിലാവുന്നുണ്ടോ? ആ പാനൽ എന്താണ് ഈ കലാമിറ്റി ഓഫ് റയർ സിവിയറിറ്റി എന്നത് പറഞ്ഞതുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ബട്ട് സ്റ്റേറ്റഡ് ദാറ്റ് എ കലാമിറ്റി ഓഫ് റയർ സിവിയറിറ്റി വുഡ് നെസസറിലി ഹാവ് ടു ബി അഡ്ജഡ്ജ്ഡ് ഓൺ എ കേസ് ടു കേസ് ബേസിസ്. അതായത് ഒരു ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ വെക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയുടെ ജിയോഗ്രഫി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല തലത്തിലാണ് അല്ലെ. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു കൈൻഡ് ഓഫ് എമൗണ്ട് ഓഫ് മഴ, ഇപ്പോൾ 250 സെന്റിമീറ്റർ മഴ എന്താണ് ഒരു സ്ഥലത്ത് പെയ്യുകയാണ്. മനസ്സിലാവുന്നതോ? കേരളത്തിന്റെ നമുക്കറിയാം ഇങ്ങനെ ഒരു ചെരിവുണ്ട്. അപ്പോൾ കേരളത്തിൽ 250 സെന്റിമീറ്റർ മഴ പെയ്താൽ അത് വലിയ മഴയാണ് കേട്ടോ. 250 സെന്റിമീറ്റർ എന്ന് പറയാൻ പറ്റില്ല ശരി, ആക്ച്വലി മില്ലിമീറ്റർ എന്ന് വിചാരിക്കും. ഒരു ചെറിയ സമയത്ത് ഇത്ര മഴ വളരെ ചുരുങ്ങിയ സമയത്തിൽ പെയ്തു എന്ന് വിചാരിക്കും. ഇങ്ങനെ പെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ പിന്നെ കുറച്ച് സമയത്തേക്ക് മഴ നിന്നാൽ എന്ത് ചെയ്യും? ഇതൊക്കെ ഈ ചെരിവുള്ളത് കാരണം
ഒഴുകി അറബിക്കടലിലേക്ക് എത്തും. നേരെ മറിച്ച് വളരെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്, വളരെ പതുക്കെ പോകുന്ന ഒരു സ്ഥലത്താണ് ഇതേ എമൗണ്ട് ഓഫ് മഴ പെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? അവിടെ വെള്ളം കെട്ടി നിൽക്കും, വളരെ വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ കേസ് ടു കേസ് ബേസിസ്, ജിയോഗ്രഫി ടു ജിയോഗ്രഫി പരിഗണിച്ചുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കൃത്യമായിട്ട് പറയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി ഈ അടുത്ത് നടന്ന ഫ്ലാഷ് ഫ്ലഡ്സ് ഇൻ ഉത്തരാഖണ്ഡ്, അതുപോലെ തന്നെ ഏതാ പറയുന്നത്, സൈക്ലോൺ ഹുഡ്ഡുഡ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്തായിരുന്നു? ഇതൊക്കെ സിവിയർ നേച്ചറുള്ള എന്തായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു? ദുരന്തങ്ങളായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന കാര്യം കൂടി ഒന്ന് ചെയ്യുക, ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സംശയങ്ങളില്ലല്ലോ? ഇനി അടുത്ത ഭാഗം നോക്കൂ. വെൻ എ കലാമിറ്റി ഈസ് ഡിക്ലെയർഡ് ടു ബി ഓഫ് റയർ സിവിയറിറ്റി, അതായത് വളരെ റയർ സിവിയറിറ്റി എന്ന് പറയുന്ന ആ ഫൈനാൻസ് കമ്മീഷൻ പറഞ്ഞ പോലെയുള്ള ഒരു ടൈപ്പ് ഓഫ് കലാമിറ്റി ആയിട്ട് അതിനെ കണക്കാക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സപ്പോർട്ട് ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് പ്രൊവൈഡഡ് അറ്റ് ദ നാഷണൽ ലെവൽ. ദേശീയ തലത്തിൽ എന്ത് ചെയ്യും? ഈ നമ്മളുടെ ഗവൺമെൻറ്റിന്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണ്ടതായിട്ടുള്ള ഹെൽപ്പുകൾ കൊടുക്കപ്പെടും. ഇപ്പോൾ കഴിഞ്ഞ തവണ ബീഹാർ അല്ലെ, ബീഹാറിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലൊക്കെ ചില ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് വലിയ രീതിയിലുള്ള ഫണ്ടുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏതൊക്കെ ഈ 2 സ്റ്റേറ്റിലുണ്ടോ അത് ഒരു സ്റ്റേറ്റിൽ മാത്രമാണോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കൃത്യമായിട്ട്. ഇത് വലിയ വിമർശനത്തിന് വിധേയമായി. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നാണ് വലിയ വിമർശനം പോയത്. പ്രളയവുമായി ബന്ധപ്പെട്ടിട്ടും ചൂരൽമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ടും നമ്മൾ ഒരുപാട് സഹായങ്ങൾ ചോദിച്ചിട്ടും എന്താണ് കൃത്യമായിട്ട് തന്നില്ല. പക്ഷേ ബീഹാറിലും ആന്ധ്രാപ്രദേശിലും എന്താ പറയുക, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അലൈസ് ആണ് ഭരിക്കുന്നത്, അതുകൊണ്ട് അവർക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ വലിയ രാഷ്ട്രീയ വിവാദമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരങ്ങൾ നടന്നതുകൊണ്ടുകൂടിയാണ് എന്ത് ചെയ്തത്, ഈ ഭാഗങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നുകൊണ്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. കാരണം കറണ്ട് അഫയേഴ്സ് എന്നുള്ള തലത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട തിയറി പോർഷൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇതാണ് ഇതിൻ്റെ സ്ഥിതി എന്നൊന്ന് മനസ്സിലാക്കണം. മനസ്സിലാവുന്നുണ്ടോ? സോ റയർ സിവിയറിറ്റി ആയിട്ട് ഇത് ഡിക്ലെയർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിന് വേണ്ട സപ്പോർട്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണ്ട സപ്പോർട്ടുകൾ എവിടെ നിന്ന് ലഭിക്കും? സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും ലഭിക്കും. മനസ്സിലാവുന്നുണ്ടോ? സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും ലഭിക്കും. ഇത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഇത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി അടുത്ത ഭാഗം നോക്കൂ. സെൻട്രൽ ഓൾസോ കൺസിഡേഴ്സ് അഡീഷണൽ അസിസ്റ്റൻസ് ഫ്രം ദ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിനെ, സ്റ്റേറ്റ് ഡിസാസ്റ്റർ എന്താ പറയുക റെസ്പോൺസ് ഫോഴ്സ് ഉണ്ട്, അതുപോലെ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിനെ എന്ത് ചെയ്യുകയാണ്? ഇതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് അതിൻ്റെ ഒരു ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കും. എ കലാമിറ്റി റിലീഫ് ഫണ്ട്, CRF, കലാമിറ്റി റിലീഫ് ഫണ്ട്, ഒരു ദുരന്ത നിവാരണ ഫണ്ട് എന്ത് ചെയ്യും? ഈ സെറ്റപ്പ് വിത്ത് കോർപ്പസ് ഷെയർഡ് 3:1 ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. നോക്കൂ, സിവിയർ അതായത് റയർ സിവിയറിറ്റി ആയിക്കഴിഞ്ഞാൽ 3:1 ആണ് ഈ കോർപ്പസ് ഷെയർ ചെയ്യുന്നത്. നോക്കൂ, സെൻറ്റർ ടു സ്റ്റേറ്റ് 3:1 3 പോർഷൻ സെൻറ്ററും 1 പോർഷൻ സ്റ്റേറ്റുമാണ്. അപ്പോൾ വെൻ ദ സിവിയറിറ്റി ഓഫ് ദിസ് കലാമിറ്റി ഈസ് വെരി റയർ ഓർ റയറസ്റ്റ് ഓഫ് റയർ എന്നുള്ള തലത്തിലേക്ക് പോകുന്ന സമയത്ത് സെൻട്രലിൻ്റെ ഭാഗത്ത് നിന്ന് അതിൻ്റെ ഫോഴ്സിനെ ഇറക്കിയിട്ടുള്ള ഹെൽപ്പ് മാത്രമല്ല, ആസ് എ ഫണ്ടിങ് ഓൾസോ എന്ത് ചെയ്യും? സെൻട്രലിൻ്റെ അടുത്ത് വളരെ കൃത്യമായിട്ടുള്ളൊരു മാറിയ സമീപനം ഉണ്ടാകും. നോക്കൂ ഇനി, വെൻ റിസോഴ്സസ് ഇൻ ദ CRF കലാമിറ്റി റിലീഫ് ഫണ്ട് ആർ ഇൻഅഡിക്വേറ്റ്, ഇങ്ങനൊരു CRF ഉണ്ടാക്കി ആ ഫണ്ടും ഇൻഅഡിക്വേറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അഡീഷണൽ അസിസ്റ്റൻസ് ഈസ് കൺസിഡേർഡ് ഫ്രം ദ നാഷണൽ കലാമിറ്റി കണ്ടിൻജൻസി ഫണ്ട് NCCF ഫണ്ടഡ് 100% ബൈ ദ സെൻറ്റർ. അതായത് ഈ പറയുന്ന സോക്കോൾഡ് നേരത്തെയുള്ള CRF എന്ന് പറയുന്ന അപ്പോൾ ഉണ്ടാക്കിയ കലാമിറ്റി റിലീഫ് ഫണ്ടിൽ നിന്നും കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഇത് ഷെയർ ചെയ്തിട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല, അത് പോരായ്മ വരികയാണെങ്കിൽ NCCF അഥവാ നാഷണൽ കലാമിറ്റി കണ്ടിൻജൻസി ഫണ്ടിൽ നിന്നും 100% സെൻറ്ററിൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യും? ഫണ്ടിങ് ലഭിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് കേരളം എന്തിനു ശ്രമിക്കുന്നുണ്ടായിരുന്നത്? റയർ സിവിയറിറ്റി എന്നുള്ള തലത്തിലേക്ക് അതിനെ മാറ്റാൻ, ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം എന്നൊക്കെ പറയാനായിട്ട് ശ്രമിച്ചിരുന്നത്. ഈ ഒരു ഫണ്ട് നമുക്ക് എന്താണ് ലഭ്യമാക്കിയാൽ എളുപ്പമാകുമെന്നത് കൊണ്ടായിരുന്നു. ഇനി റിലീഫ് ഇൻ റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ് ഓർ ഫോർ ഗ്രാൻറ്റ് ഓഫ് ഫ്രഷ് ലോൺസ് to the persons affected on the concessional terms too are considered once a calamity is declared severe. അതായത് ഏതെങ്കിലുമൊക്കെ ലോൺ ഇതുമായി ബന്ധപ്പെട്ട് ദുരന്തത്തിലകപ്പെട്ട ആളുകൾക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ലോണുകൾ തിരിച്ചടയ്ക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയ ലോണുകൾ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വളരെ കൺസിഡറേറ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ എന്ത് ചെയ്യും? അതൊക്കെ പരിഗണിക്കുകയും എന്ത് ചെയ്യും? ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ റയർ സിവിയറിറ്റി എന്നുള്ള തലത്തിലുള്ള ഒരു തലത്തിലാണ് ദുരന്തത്തിനെ പ്രഖ്യാപിക്കുന്നത്. അല്ലാണ്ട് ദേശീയ ദുരന്തം എന്നുള്ള പേരിലേക്ക് ഇതിനെ നമ്മൾ പ്രഖ്യാപിക്കാനായിട്ട് എക്സിക്യൂട്ടീവ് തലത്തിലോ ലീഗൽ തലത്തിലോ നമുക്ക് ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇനി
UN ഡെഫിനിഷൻ നമുക്ക് നോക്കാം. നോക്കൂ, നമ്മളുടെ സിലബസിൽ തന്നെ നിങ്ങൾ കണ്ടു, നാഷണൽ തലത്തിലോടൊപ്പം തന്നെ ഇന്റർനാഷണൽ തലത്തിലും എന്ത് ചെയ്യുന്നുണ്ട് ഉള്ള ഓർഗനൈസേഷൻസിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ദുരന്തം, ഡിസാസ്റ്റർ എന്നുള്ളതിൻ്റെ UN ഡെഫിനിഷനും നമുക്കൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? യുണൈറ്റഡ് നേഷൻസിൻ്റെയും എന്തുണ്ട്, ഡിസാസ്റ്റർ റിലീഫ് ആയിട്ടുള്ള ഫോഴ്സും ഫണ്ടുകളും മറ്റും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതിലേക്കൊക്കെ നമുക്ക് വരാം. നോക്കൂ, എന്താണ് UN ഡെഫിനിഷൻ പ്രകാരം ദുരന്തം? A serious disruption of the functioning of a community or a society. എന്തൊക്കെയാണ് പറയുന്നത്? സീരിയസ് ഡിസ്റപ്ഷൻ ഓഫ് ദ ഫംഗ്ഷനിങ് ഓഫ് എ കമ്മ്യൂണിറ്റി ഓർ ഫംഗ്ഷനിങ്. എന്താണ്? ഒരു കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ പ്രവർത്തനത്തിനെ ബാധിക്കുകയാണ്, സീരിയസ് ആയിട്ട് ബാധിക്കുകയാണ്. മനസ്സിലാവുന്ന കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സൊസൈറ്റിയെ അറ്റ് എനി സ്കെയിൽ ഡ്യൂ ടു ഹസാർഡസ് ഇവൻറ്റ്സ് interacting with conditions of exposure, vulnerability and capacity leading to one or more of the following: human, material, economic and environmental losses and impacts. അതായത് മനുഷ്യനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള, അതായത് എന്താ പറയുന്നത്, മെറ്റീരിയൽ തലത്തിൽ നമ്മൾ കൺസ്ട്രക്ഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, ബിൽഡിങ്സ് അല്ല, ഇത്തരം തലത്തിൽ ഇവയെ ബാധിക്കുന്ന, ഫൈനാൻഷ്യൽ എക്കണോമിക്കൽ തലത്തിൽ ബാധിക്കുന്ന, പ്രകൃതിയെ എൻവയോൺമെൻറ്റിനെ ബാധിക്കുന്ന, ഇതിനെയൊക്കെ ലോസസ് അല്ലെങ്കിൽ ഇതിലേക്ക് ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നതായിട്ടുള്ള പ്രവർത്തികളെ, ഹസാർഡസ് ആയിട്ടുള്ള ഇവൻറ്റുകളെയാണ്, ഇവയുടെ ഫംഗ്ഷനിങ്ങിനെ ബാധിക്കുന്ന ഡിസ്റപ്ഷനുകളെയാണ് UN ഡെഫിനിഷൻ പ്രകാരം എന്തായിട്ട് പറയുന്നത്? ദുരന്തങ്ങളായിട്ട്, ഡിസാസ്റ്ററുകളായിട്ട് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ കൃത്യമായിട്ട് ഓർക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത ഭാഗം നോക്കൂ എന്താണെന്നുള്ളത്. ഇത് യുണൈറ്റഡ് നേഷൻസിൻ്റെ തന്നെ സൈറ്റിൽ നമ്മൾ കണ്ട ഒരു ഭാഗമാണ്. അതായത് ഈ അടുത്ത് ഏറ്റവും അധികം, അതായത് ചില കണക്കുകളുണ്ട്, ഇത്ര സ്കെയിലിന് മുകളിൽ പോയാൽ ഇന്ന ദുരന്തമുണ്ടാകും എന്ന് വെച്ചിട്ടുള്ള ചില എന്തുണ്ട്, സ്കെയിലുകളുണ്ട്. അത് നമ്മൾ UN സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്തിയതാണ്. ഒരു ഐഡിയ ഉണ്ട്. ഇത് മുഴുവൻ നിങ്ങൾ കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് മുഴുവൻ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. പറയുന്നത് എന്താണ്? ഒന്ന് ഓർത്ത് വെക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇതൊക്കെയാണ് ഇതിനൊക്കെ എന്ത് ചെയ്യുന്ന കാരണമാണ്. ജനറൽ ടോക്കാണ്. ഇതൊരു ജനറൽ, നിങ്ങൾക്കൊരു കോമൺ സെൻസ്, ഒരു ജനറൽ സെൻസ് ഉണ്ടാക്കാനാണ് തരുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തിയറിറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമെന്ന്. ഇത്തരം തിയറി ബേസ്ഡ് ചോദ്യങ്ങൾ വരുമ്പോൾ സൈക്ലോണുമായിട്ടോ ഡ്രോട്ടുമായിട്ടോ ഹീറ്റ് വേവുമായിട്ടൊക്കെ വരുന്ന സമയത്ത് ഓക്കെ, ഏതാണ്ട് ഇങ്ങനെയാണ് UN-ന്റെ സ്റ്റാൻഡ്, അപ്പോൾ ഇത് ഇങ്ങനെയാവും എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ അല്ലേ? നോക്കൂ, ആദ്യം പറയുന്ന കാര്യം എന്താ? സൈക്ലോണുകൾ സംബന്ധിച്ച് ഹൗ ക്ലൈമറ്റ് ചേഞ്ച് വിൽ ഡ്രൈവ് റിസ്ക്. അതായത് ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെയാണ് ഈ താഴെ പറയുന്നവയ്ക്കുള്ള റിസ്ക് കൂട്ടുന്നത്. സൈക്ലോണുകൾ റിസ്ക് എങ്ങനെയാണ്? അണ്ടർ 2.5 ഡിഗ്രി സെൽഷ്യസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് ദ മോസ്റ്റ് ഡിവാസ്റ്റേറ്റിംഗ് സ്റ്റോംസ് ആർ പ്രൊജക്റ്റഡ് ടു ഒക്കർ അപ് ടു ട്വൈസ് ആസ് ഓഫൺ ആസ് ടുഡേ. അതായത് നമുക്കറിയാം ഗ്ലോബൽ ടെമ്പറേച്ചർ റൈസ് ഉണ്ട് അല്ലേ? 2.5 ഡിഗ്രി സെൽഷ്യസിൻ്റെ അടിയിൽ ആണ് എന്താണ് വരിക എന്നുണ്ടെങ്കിൽ പോലും എന്താ പറയുന്നത് 2.5 ഡിഗ്രി സെൽഷ്യസ് വരേക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ നമുക്കറിയാലോ, ഇപ്പം നമുക്ക് ഓരോരോ കാലഘട്ടം കഴിയും തോറും നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ സൈക്ലോണുകളും മറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഈ സൈക്ലോണുകൾ ഇങ്ങനെ കൂടാനുള്ള കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് എന്തായിരുന്നു? വളരെ കൃത്യമായിട്ട് സർഫേസ് ടെമ്പറേച്ചർ എന്താണ്, സമുദ്രങ്ങളുടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സൈക്ലോണുകൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കും അല്ലെ? ഒരു സർട്ടൺ ടെമ്പറേച്ചറിന്റെ മുകളിൽ സീ സർഫേസ് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുകയാണ്, തുടർച്ചയായിട്ട് എന്ത് ചെയ്യുകയാണ്, മെയിൻറ്റെയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെ, ലോ പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മൾ കാണും. സൈക്ലോൺ പഠിക്കുന്ന സമയത്ത് നമ്മൾ കാണും. നമ്മൾ ജിയോഗ്രഫിയിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു അവസ്ഥ എന്താണ്, സൈക്ലോണുകളുടെ എണ്ണത്തിനെ കൂട്ടും. ഇനി ഡ്രോട്ട്, വരൾച്ചകൾ. ദ നമ്പർ ഓഫ് പീപ്പിൾ സഫറിങ് എക്സ്ട്രീം ഡ്രോട്ട്സ് അക്രോസ് ദ വേൾഡ് കുഡ് ഡബിൾ ഇൻ ലെസ് ദാൻ 8 years. 80 വർഷം കൊണ്ട് സിവിയർ ആയിട്ടുള്ള, എക്സ്ട്രീം ആയിട്ടുള്ള വരൾച്ച അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം ഡബിൾ ആവും. ഇതൊക്കെ നടത്തിയിട്ടുള്ള പഠനങ്ങൾ ബ്രാക്കറ്റിലുണ്ട്. ജസ്റ്റ് അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാണ്. ഇനി ഫ്ലഡുകൾ, വെള്ളപ്പൊക്കങ്ങൾ. അതെന്താണ്? വെള്ളപ്പൊക്കങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫോർ ഈച്ച് 1 degree Celsius ഓഫ് ഗ്ലോബൽ വാർമിംഗ് ടെമ്പറേച്ചർ മുൻപത്തെ കാലഘട്ടത്തിനേക്കാളും 1 degree Celsius വെച്ചിട്ട് ഓരോ 1 degree Celsius കൂടുമ്പോഴും എക്സ്ട്രീം ഡെയിലി പ്രസിപ്പിറ്റേഷൻ ഇവൻറ്റ്സ് മേ ഇൻറ്റൻസിഫൈ ബൈ അബൌട്ട് 7%. അതായത് നമ്മളിപ്പോൾ കാണാറില്ലേ, മഴ പെയ്യുന്ന സമയത്ത് എന്താണ്, അതിഗംഭീരമായിട്ടുള്ള മഴ അല്ല, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിഗംഭീരമായ തോതിൽ വലിയ രീതിയിൽ മഴയങ്ങ് പെയ്ത് വെള്ളമങ്ങ് പൊങ്ങും, പിന്നെ മഴയങ്ങ് പോവും അല്ലേ? ഇത് കാണുന്നുണ്ട് നമ്മൾ ഭയങ്കരമായിട്ട്. ഈ എക്സ്ട്രീം ആയിട്ടുള്ള ഡെയിലി പ്രസിപ്പിറ്റേഷൻ അല്ലെ, അതിഗംഭീരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള മഴ ഓരോ 1 degree Celsius ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടുന്തോറും എന്ത് ചെയ്യും, 7% വെച്ച് എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള അതിഭീകരമായിട്ടുള്ള ഫ്ലഡിന് കാരണമാകുന്ന മഴകൾ കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ?
ഹീറ്റ് വേവുകളിലേക്ക് വരുന്ന സമയത്ത് ഹീറ്റ് സ്ട്രെസ് ഫ്രം എക്സ്ട്രീം ഹീറ്റ് ആൻഡ് ഹ്യൂമിഡിറ്റി കുഡ് ആനുവലി എഫക്ട് 1.2 ബില്യൺ പീപ്പിൾ ബൈ 2100 ആകുമ്പോഴേക്കും ഹീറ്റ് വേവ്, ഹീറ്റ് സ്ട്രെസ്, ഈ കാര്യങ്ങൾ ഹ്യൂമിഡിറ്റിയും മറ്റും കാരണമുള്ള അതിഭീകരമായിട്ടുള്ള ചൂടിൻ്റെ എഫക്റ്റ് ഹീറ്റ് വേവുകൾ 1.2 ബില്യൺ ആളുകളെ 2100 വർഷമാകുമ്പോഴേക്കും ബാധിക്കും. ഇൻഫെക്ഷ്യസ് ഡിസീസസ് 2050 ആകുമ്പോഴേക്കും മോസ്കിറ്റോസ് ദാറ്റ് ക്യാരി വെക്ടർ ബോൺ ഡിസീസസ് ലൈക്ക് മലേറിയ കുഡ് റീച്ച് ആൻ എസ്റ്റിമേറ്റഡ് 500 മില്യൺ മോർ പീപ്പിൾ. ഏതാണ്ട് 500 മില്യൺ കൂടി ആളുകളിലേക്ക് 2050 ആകുമ്പോഴേക്കും ഈ പോലെ മലേറിയ പോലുള്ള രോഗങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വെക്ടർ ബോൺ ആയിട്ടുള്ള മോസ്കിറ്റോസ് എത്താനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? അതായത് നേരത്തെ പറഞ്ഞില്ലേ, ആദ്യം എന്ത് ചെയ്യും, ധാരാളം മഴ പെയ്യും, പിന്നെ എന്ത് ചെയ്യും, വരൾച്ച പോലെ ഉണ്ടാകാം, അപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങൾ ഉണ്ടാകും അല്ലെ. മഴ വല്ലാണ്ട് നിൽക്കുന്ന സമയത്ത് അത്തരം ഇടങ്ങളിൽ ധാരാളമായിട്ട് വെള്ളക്കെട്ടുകൾ ഉണ്ടാകും, ഇവിടെ കൊതുകുകൾ വളരും. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിലേക്ക് നയിക്കാം, ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് നയിക്കാം. ഇനി സീ ലെവൽ റൈസ്, കോസ്റ്റൽ ഫ്ലഡിങ് ഇവൻറ്റ്സ് കുഡ് ത്രട്ടൺ അസറ്റ് വർത്ത് അപ് ടു 20% ഓഫ് ഗ്ലോബൽ GDP. അതായത് ഗ്ലോബൽ GDP, മൊത്തം ലോകത്തിൻ്റെ GDP എടുത്താൽ അതിൻ്റെ 20% എത്ര വലിയ എമൗണ്ട് ആണെന്ന് നോക്കണം. ഇത്രയും എന്താ പറയുക ഭാഗത്തിനെ കോസ്റ്റൽ ഫ്ലഡിങ് എഫക്റ്റ് ചെയ്യും 2100 ആകുമ്പോഴേക്കും. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മുംബൈ അല്ലെ, ചെന്നൈ, കൊച്ചി, വിശാഖപട്ടണം അല്ലെ, കൊൽക്കത്ത, മാംഗ്ലൂർ അല്ലെ, ഇതുപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട നഗരങ്ങൾ. പിന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ന്യൂയോർക്ക് ഉൾപ്പെടെയുള്ള അതിഗംഭീരമായിട്ടുള്ള എന്താ പറയുന്നത് ലോകത്തിലെ വിവിധമായിട്ടുള്ള നഗരങ്ങൾ അല്ലെ, ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള നഗരങ്ങൾ എല്ലാം നമുക്ക് സമുദ്രത്തിൻ്റെ അടുത്ത് കാണാൻ പറ്റും. സീ റൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ നഗരങ്ങളെല്ലാം വെള്ളത്തിനടിയിലാവും, ഇതൊക്കെ ഉപേക്ഷിക്കപ്പെടും അല്ലെ. ഇതെല്ലാം ഇതിലേക്ക് നയിക്കും. ഗ്ലോബൽ GDPയുടെ 20% എന്ത് ചെയ്യും? ഇത് ത്രട്ടൻഡ് ആവുകയാണ് കോസ്റ്റൽ ഫ്ലഡിങ് കാരണം എന്നാണ് പറയുന്നത്. പിന്നെ വൈൽഡ് ഫയർ, കഴിഞ്ഞ വർഷം നമ്മളുടെ കാലിഫോർണിയൻ വൈൽഡ് ഫയർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഓസ്ട്രേലിയൻ ബുഷ് ഫയറുകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ബൈ 2030 ഫയർ സീസൺ കുഡ് ബി 3 months ലോങ്ങർ ഇൻ ഏരിയാസ് ഓൾറെഡി എക്സ്പോസ് ടു വൈൽഡ് ഫയർസ്. അതായത് ഓരോ സ്ഥലങ്ങളിൽ നമ്മളുടെ ഇവിടെ മൺസൂൺ സീസൺ ഉള്ളതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും കാലിഫോർണിയയിലൊക്കെ എന്തുണ്ട്, ഫയർ സീസൺ ഉണ്ട്. ഏറ്റവും അധികം കാട്ടുതീ ഉണ്ടാവാൻ കാരണമാകാൻ സാധ്യതയുള്ള സീസണുകളുണ്ട്. ഇതെല്ലാം 3 മാസം കൂടി ലോങ്ങർ ആവുമെന്നാണ് പറയുന്നത് 2030 ആകുമ്പോഴേക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജൂൺ മുതൽ ഏതാണ്ട് സെപ്റ്റംബർ വരെയുള്ള മൺസൂൺ ഇനി ഡിസംബർ വരെ പെയ്യുന്ന വെച്ചാൽ നമുക്കൊക്കെ പ്രാന്താവില്ലേ? മഴയായിട്ട് പോലും നമുക്ക് പ്രാന്താവില്ലേ? അതുപോലെ ഇനി 3 മാസം കൂടി എന്ത് ചെയ്യണം, കാട്ടുതീ ശ്രദ്ധിക്കേണ്ട അവസ്ഥ വരാൻ പോവുകയാണ് വൈൽഡ് ഫയറിൻ്റെ ഇഷ്യൂസ് കാരണം. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ മാറുന്നുണ്ട് എന്ന കാര്യം ഒന്ന് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബേസിക് ആയിട്ടുള്ള ഈ സ്ഥലത്ത് നിങ്ങൾക്ക് എന്തിൻ്റെ ഒരു എഫക്റ്റ് കൂടി കിട്ടിയറിയോ? നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ദുരന്തങ്ങളുടെ പേര് കൂടി നിങ്ങളവിടെ വായിച്ചിട്ടുണ്ടായിരുന്നു, മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് ഓർക്കാൻ ശ്രദ്ധിക്കുക. ഇനി കോസസ്. വാട്ട് ആർ ദ കോസസ്? എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് പ്രധാനമായിട്ട് കാരണമാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഉദാഹരണം, അതിന് വളരെ കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണ്, കോസസ് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കോസസ്. ഒന്നാമത്തെ കാര്യം എന്താണ്? ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്. എന്താണ് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്? നോക്കൂ, ദുരന്തങ്ങൾ നമ്മളിപ്പോൾ പ്രകൃതിയാലുള്ള ദുരന്തങ്ങൾ പറയുമ്പോൾ ഭൂകമ്പങ്ങൾ ഉണ്ടാകാം അല്ലേ. അപ്പോൾ ടെക്ടോണിക് പ്ലേറ്റുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ടെക്ടോണിക് പ്ലേറ്റുകളുടെ മൂവ്മെൻറ്റുകൾ ഉണ്ട് അല്ലേ. അത് ഒരു ഇപ്പോൾ ഹിമാലയാസ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിമാലയ പർവ്വതം ഇങ്ങനെ കിടക്കുന്നുണ്ട് അല്ലേ. അവിടെ എന്താ സംഭവിക്കുന്നത്? ഇന്ത്യൻ പ്ലേറ്റ് എവിടെ വന്ന് ഇടിച്ചതാണ്? ഇതിലേക്ക് വന്ന് ഇടിച്ചപ്പോൾ ഉണ്ടായതാണ് ഹിമാലയാസ്. ഇവിടെ കണ്ടിന്യൂസ്ലി മൂവ്മെന്റ് നടക്കുന്നത്. അപ്പോൾ ഭൂകമ്പത്തിന് വളരെയധികം വലിയ സാധ്യതയുണ്ട് അല്ലെ. ഇപ്പോൾ റഷ്യയിൽ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട് അല്ലെ. പസഫിക് പ്ലേറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഫിലിപ്പൈൻസ് പ്ലേറ്റ് ഒക്കെ അവിടേക്കുള്ള സ്ഥലത്ത് നമുക്ക് റിംഗ് ഓഫ് ഫയർ അല്ലെ. റിംഗ് ഓഫ് ഫയർ നമുക്ക് പസഫിക്കിൻ്റെ ചുറ്റും അറിയാം. ഇവിടേക്ക് എന്താ ഉണ്ടാകുന്നത്? ടെക്ടോണിക് പ്ലേറ്റുകൾ. അപ്പോൾ ആ ജിയോഗ്രഫിക്കൽ ഏരിയയുടെ പ്രത്യേകതയാണത് അല്ലെ. അതുപോലെ തന്നെ റെയിൻഫോൾ. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ റെയിൻ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരേപോലെയാണോ? കേരളത്തിൽ ലഭിക്കുന്ന മഴ തന്നെ ഡൽഹിയിൽ ലഭിക്കുന്നുണ്ടോ? അതുപോലത്തെ ഒരു മഴയാണോ ഒറീസയിൽ ലഭിക്കുന്നത്, തമിഴ്നാട്ടിൽ ലഭിക്കുന്നത്? അല്ല. അപ്പോൾ ഈ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ സ്ഥലത്തും പ്രളയം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, അവിടെ വരൾച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, ഇതിനെയൊക്കെ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് കൃത്യമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇതെന്ത് ചെയ്യുക? ആലോചിക്കുക. രണ്ടാമത്തെ ഭാഗം നോക്കൂ, ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. എന്താണ് ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ? അതായത് നോക്കൂ, പലയിടങ്ങളിലും പലപ്പോഴും ആളുകളെ ബാധിക്കുന്നത്. ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായി, കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴേക്കും നമുക്ക് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുമായിരുന്നു? നമുക്ക് ഒരു പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളതുകൊണ്ട് റോഡ് വഴിയാണെങ്കിലും വേഗം ആളുകളെ മാറ്റാൻ പറ്റി അല്ലേ. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റി? പ്രളയം ഉണ്ടായ സമയത്ത് വളരെ കൃത്യമായിട്ട്
എന്തിന് സാധിച്ചു? സർവീസ് എന്നുള്ള തലത്തിൽ ഒരുപാട് ആളുകൾക്ക് കമ്പ്യൂട്ടറുമായിട്ട് അവരവർക്ക് പറ്റിയ സ്ഥലത്ത് അവരിരുന്നിട്ട് എന്ത് ചെയ്തു? അവർ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടു, അവർ പുതിയ സിസ്റ്റങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ ഇൻഫ്രാസ്ട്രക്ചറാണ്. ഈ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇല്ലാത്ത അതിനുശേഷം തൊട്ടടുത്ത വർഷം തമിഴ്നാട്ടിൽ ഒരു പ്രളയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതോ അതിന് തൊട്ട് മുമ്പത്തെ വർഷം മറ്റൊരു പ്രളയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുണ്ടായ സമയത്ത് തമിഴ്നാട്ടിലെ ആളുകൾ ഗവൺമെൻറ് ഹെൽപ്പ് കിട്ടാണ്ട് അവിടെ കിടന്ന് ഉഴറിയ ഒരു സീൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കേരള എന്താ പറയുക ഫ്ലഡ്സ് ഉണ്ടായ സമയത്ത് ഏറ്റവും അധികം ആദ്യഘട്ടങ്ങൾ കഴിഞ്ഞ് കേരളത്തിലെ ആളുകൾ അതിശക്തമായിട്ട് അതിനോട് പൊരുതി ഒന്നിച്ചു നിന്ന് ജയിച്ചു തുടങ്ങിയപ്പോൾ ഏറ്റവും അധികം ഞാൻ കണ്ട മീമുകളിലൊന്നും തമിഴ്നാട്ടിലെ എന്താ പറയുക സോഷ്യൽ മീഡിയ സർക്കിളുകളിലായിരുന്നു. അതായത് അവിടെ ജനങ്ങളും ഗവൺമെൻറ്റും എങ്ങനെ ഉണർന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചു, അതായത് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നതിന് മുൻപ് ജനങ്ങൾ പ്രവർത്തിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ആളുകൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായിരുന്നു ഒരുപാട് മീമുകളുടെ ഒരു വലിയ പരമ്പര തന്നെ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇതിനൊക്കെ ബാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് എന്താ പറയുന്നത്, ഇപ്പോൾ ഓടകൾ വൃത്തിയല്ല വിചാരിക്കും. മനസ്സിലാവുണ്ടോ? ഒരു റോഡുണ്ട് അല്ലേ? അപ്പോൾ റോഡിൻ്റെ ഇപ്പുറത്ത് എന്തുണ്ട്? രണ്ട് സൈഡിലും ഓടകളുണ്ട്. ഈ ഓടകൾ മഴക്കാലത്തിന് മുമ്പ് വളരെ വൃത്തിയായിട്ട് ഈ ഓടകൾ എന്ത് ചെയ്യണം? ഇത് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ഉള്ളിൽ നിന്ന് എല്ലാം എടുത്ത് കളയണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ വരുന്ന വെള്ളം മുഴുവൻ ഈ ഓടയിലേക്ക് എന്താണ് പലയിടത്തു നിന്നും ഓട്ടകൾ കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഹോൾസ് കൊടുത്തിട്ടുണ്ടാവും. ഇത് വഴിക്ക് ഈ ഓടയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ഓടയെ കൂടെ എന്ത് ചെയ്യണം? ഈ വെള്ളം മുഴുവൻ വേഗം ഒലിച്ചു പോകണം. റോഡിലേക്ക് വീഴുന്ന മഴയെന്നുള്ള വെള്ളം ഇത് മുഴുവൻ കൃത്യമായി ഉള്ളു ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ മുഴുവൻ വലിയ വെള്ളക്കെട്ടായിട്ട് മാറും. അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ വെള്ളക്കെട്ടായിട്ട് മാറും. അപ്പോൾ ഇത് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ എന്താണ്? കൃത്യമായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഇല്ല എന്നതുകൊണ്ടാണ്. മനസ്സിലായോ? ഇതൊക്കെയാണ് ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പുവർ അർബൻ പ്ലാനിങ് ഒരു വലിയ പ്രശ്നമാണ്. അതായത് ചെന്നൈ ഫ്ലഡ്, മുംബൈയിലെ ഫ്ലഡ്, ബാംഗ്ലൂരിലുള്ള ഫ്ലഡ്, ഇതെല്ലാം വളരെ പുവർ ആയിട്ടുള്ള അർബൻ പ്ലാനിങ്. അതായത് നിങ്ങൾ നോക്കിയപ്പോൾ ഏതൊരു നഗരത്തിൽ ഒരു നഗരത്തിൻ്റെയും എന്തൊരു കെട്ടിടങ്ങൾ നിങ്ങളെടുത്ത് എന്ത് ചെയ്യുക? ആലോചിക്കുക. നിങ്ങൾ ഇത് എന്താ പറയുക? ഓരോരോ കെട്ടിടങ്ങളാണെന്ന് വിചാരിക്കും. ഈ കെട്ടിടങ്ങളെല്ലാം കെട്ടിയിട്ടുണ്ടാവുക ഏതെങ്കിലുമൊക്കെ ചതുപ്പ് നിലങ്ങളും മറ്റും എന്തായിരിക്കും? പല സമയങ്ങളിലായിട്ട് നികത്തിയിട്ടായിരിക്കും. പക്ഷേ എന്ത് ചെയ്യണം? അങ്ങനെ കിട്ടുന്ന സമയത്തും ഇവയിടയിൽ വെള്ളം വന്നിട്ട് നിൽക്കാൻ പറ്റുന്ന ചില നാച്ചുറൽ ആയിട്ടുള്ള പൂൾസിനെ ബാക്കി നിർത്തണം. അല്ലാണ്ട് എല്ലാം അങ്ങോട്ട് എന്ത് ചെയ്യരുത്? എടുക്കാൻ പാടില്ല. മനസ്സിലാവും? കെട്ടിടങ്ങളുണ്ട്, പക്ഷെ അതിനിടയിൽ എന്ത് ചെയ്യണം? വെള്ളം വന്നിട്ട് നിൽക്കാൻ പറ്റിയ സ്ഥലങ്ങൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. കാരണം എന്താണ്? ഈ വരുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള വെള്ളത്തിന് ഒലിച്ചിറങ്ങിയിട്ട് എവിടെയെങ്കിലും പോയിട്ട് എന്ത് ചെയ്യണം? കളക്ട് ചെയ്ത് ഭൂമിയുടെ അടിയിലേക്ക് താഴാനുള്ള സ്ഥലങ്ങൾ വേണം. മനസ്സിലാവുന്നുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വെള്ളത്തിന് പോകാൻ വഴിയില്ലാണ്ട് വെള്ളം പൊങ്ങും. പിന്നെ ഒന്നാമത്തെ നിലയും മൂന്നാമത്തെ നിലയൊക്കെ വെള്ളത്തിനടിയിലാവും. മനസ്സിലാവുന്നുണ്ടോ? സോ പുവർ അർബൻ പ്ലാനിങ് വിൽ എഫക്ട് വാട്ട് ദീസ് കൈൻഡ് ഓഫ് ഇഷ്യൂസ്. അപ്പോൾ ചെന്നൈ ആണെങ്കിലും മദ്രാസ് ആണെന്നുണ്ടെങ്കിലും ബോംബെ ആണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും അവിടുത്തെ ഫ്ലഡുകളുടെയൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പുവർ അർബൻ പ്ലാനിങ് ആയിരുന്നു. പിന്നെ ഒബ്വിയസ്ലി ഡീഫോറസ്റ്റേഷൻ ഉണ്ട്, ഫോറസ്റ്റ് ഡീഗ്രഡേഷൻ ഉണ്ട്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് എന്താ പറയുക, ഫോറസ്റ്റ് ഏരിയാസിലാണെങ്കിൽ അതായത് ഡീഫോറസ്റ്റേഷൻ എന്ത് ചെയ്യും? ഇറോഷൻ അല്ലേ? മരങ്ങളില്ല എന്ന് വിചാരിക്കും. മരങ്ങളുടെ വേരുകളാണ് എന്ത് ചെയ്യുന്നത്? മരങ്ങളുടെ വേരുകൾ മറ്റും മണ്ണിനെ പിടിച്ചു നിർത്തുന്നത്. ഇതൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പ്ലെയിൻ ഏരിയയായി മാറി. അതിഗംഭീരമായിട്ടുള്ള ഇറോഷണൽ പ്രോസസ്സ് അതിനെ നടക്കാൻ പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇത് ലാൻഡ് സ്ലൈഡുകൾക്ക് കാരണമാകാം, അത് ട്രിഗർ ചെയ്യാനായിട്ടുള്ള കാരണമാകാം. ഭൂമി വളരെ വേഗത്തിൽ സാച്ചുറേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാം? വളരെ കൃത്യമായിട്ട് ഹെവി റെയിൻഫാൾ, ഒറ്റ റെയിൻഫാളിൽ തന്നെ അതിഗംഭീരമായ രീതിയിൽ എന്താണ് കുത്തിയൊലിച്ച് മലവെള്ളപ്പാച്ചിലുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ബേസിക്കലി ഡീഫോറസ്റ്റേഷൻ കാരണം വലിയ വലിയ ഇഷ്യൂസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. പിന്നെ വളരെ ലോങ് ടേം ആയിട്ടുള്ള എന്താ പറയുക, നമ്മളുടെ ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള ഇഷ്യൂസിനും അത് കാരണമാകാം. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് സീരിയസ് ആയിട്ട്, അതായത് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? അത് ഡിസാസ്റ്ററുകളെ എല്ലാത്തിനെയും വല്ലാണ്ട് കൂട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ അവിടെ അതിഗംഭീരമായ മഴ, എന്താണ്? പ്രളയം അല്ലെ? ഓരോ വർഷവും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പ്രളയം, എവിടെയെങ്കിലും ഉരുൾപൊട്ടൽ. എന്തുകൊണ്ടാണ്? സാധാരണ അളവിനേക്കാൾ കൂടുതൽ വലിയ മഴയാണ് ഒരു ചെറിയ സമയം കൊണ്ട് ലഭിക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് കാരണമാണ് അല്ലേ? അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യാം? സാധാരണഗതിയിൽ ഉള്ളതിനേക്കാളും അത് എക്സ്ട്രീം അല്ലെ, ക്ലൈമറ്റ് എക്സ്ട്രീമുകൾ അല്ലെ? വാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹീറ്റ് വേവ് പോലെയുള്ള വാം അല്ലെ? കോൾഡ് എന്ന് വെച്ചാൽ എന്താണ്? അതിഗംഭീരമായിട്ടുള്ള കോൾഡ് അല്ലെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള മഴ. അതായത് ആളുകൾക്ക് പറ്റുന്ന രീതിയിലുള്ള ചൂടോ പറ്റുന്ന രീതിയിലുള്ള മഴയോ അല്ല, എല്ലാം എക്സ്ട്രീം ആയിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇതിനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? വളരെ കൃത്യമായിട്ട് പരിഗണിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? നമ്മൾ എന്തൊക്കെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, മാൻമെയ്ഡ് അല്ലെങ്കിൽ ആന്ത്രോപോജനറ്റിക് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അവ എങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സൈക്ലോണുകളുണ്ട്, എർത്ത് ക്വേക്കുകളുണ്ട് അല്ലേ? ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലേക്കും എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട ചാലഞ്ചുകൾ എന്തെല്ലാമാണ്, അവ എങ്ങനെയാണ് നമ്മൾ മറികടക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായിട്ട്
കാണാം. അടുത്ത ക്ലാസ്സിൽ തന്നെ ആയിരിക്കില്ല. അടുത്ത ക്ലാസ്സിൽ മിക്കവാറും നമ്മൾ ഈ ഡിസാസ്റ്റേഴ്സിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയായിരിക്കും. നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയായിരിക്കും. അതിനുശേഷം നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലേക്ക് നമ്മൾ കടക്കുന്നതായിരിക്കും. താങ്ക് യു എവരിവൺ.